മീൻ ഉമ്മച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് വരൂ കേട്ടോ. ഉമ്മച്ചിക്ക് അന്ന് തലവേദന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം കേട്ടോ. അത് വേണ്ടടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൂളുള്ളതല്ലേ, സ്കൂൾ കളയണ്ട. ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. പിന്നെ ഇഷ, ഞാൻ അഥവാ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ ലേറ്റ് ആയാലേ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഞാൻ നോക്കിക്കോളാം. ഹലോ മൂത്താർക്ക, ഇവിടെ ഹോസ്പിറ്റലിൽ എത്താനായോ? ഞാൻ എത്തി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഹബീബ, എന്താ ഉണ്ടായത്? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലവേദന ആയിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മൂക്കുന്നും ബ്ലഡും കാണുന്നുണ്ട്. എനിക്കൊരു വല്ലാത്ത പേടി, ഇനി വലിയ എന്തെങ്കിലും അസുഖമാവുമെന്നേ. അതാ പിന്നെ വേഗം കാണിക്കാന്ന് വെച്ച്. ഇജ്ജ് എന്തിനാ പേടിക്കണം? നമ്മൾ ഡോക്ടറെ കാണാം. ഡോക്ടറെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പോയി നോക്കാം. ഡോക്ടർ, മേ ഐ കം ഇൻ? അല്ല മുത്താർക്ക, ഞാനിന്ന് ഓഫാണ്. എന്താ കാര്യമോ? ഇരുന്നിട്ടൊക്കെ പറഞ്ഞാൽ മതിയില്ലേ? ഇരിക്കി ഇരുന്നിട്ടൊക്കെ പറഞ്ഞാൽ മതി. അല്ല മുത്താർക്ക, എത്ര കാലമായി കണ്ടിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ? പൊന്നാറ് മോശം തന്നെ കാണാതാക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആയിക്കോട്ടെ, നമ്മൾ കാര്യത്തിൽ എടുക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ കക്ഷി. അടാ, ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. എൻ്റെ ഫ്രണ്ടാണ് ഹബീബ. ഹബീബ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞോളി, എന്താ പ്രശ്നം? ഡോക്ടറെ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ്. തലവേദന അങ്ങനെ തല ഇങ്ങനെ വെട്ടിപ്പൊളിയുന്ന പോലത്തെ ഒരു വേദനയാണ്. അപ്പോൾ കൂടാതെ അതിൻ്റെ കൂടെ ഒരു ചുമയും വന്നിട്ട് ഇങ്ങനെ മൂക്കുന്ന ബ്ലഡും കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആകെ ഭയങ്കര ടെൻഷനിലാണ്. അതാ ഞാൻ മൂപ്പരെ കൂട്ടിയിട്ട് വന്നത്. ഇതിപ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും തുടങ്ങിയിട്ട്? ഏകദേശം ഇപ്പോൾ ഒരു 6 മാസമൊക്കെ ആയി കാണും. അപ്പോൾ ഈ ബ്ലഡ് വരാൻ തുടങ്ങിയിരിക്കുന്നത് 2 ദിവസമായിട്ടാണ്. മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വെച്ച് ഞാൻ തലവേദനക്ക് വേറെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പര് തന്ന ടാബ്ലറ്റ് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ അല്ലേ കഴിക്കുന്നത്? ഓക്കെ, നമുക്ക് ആ കണ്ണൊന്ന് നോക്കട്ടെ. മറ്റേ ശ്വാസം എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അസ്വസ്ഥത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതുവരെ ശ്വാസം എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഒരു 2 ബ്ലഡ് ടെസ്റ്റിനുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതുന്നുണ്ട്. ഓക്കെ, നമ്മുടെ താഴെയാണ് ലാബ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്ത് ചെയ്തോളി, ചെക്ക് ചെയ്തോളി. മുത്താറൊക്കെ നമ്മളിത് എടുത്തിട്ട് വരിക. മുത്താർക്ക് അവിടെ ഒന്നുകൂടെ, ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കണ്ടോ, കുറേ സംസാരിക്കാണ്ട്. നേരെ പോയി വലത്തോട് ഇരുന്നാൽ ലാബാണ്. ഒന്നും പേടിക്കണ്ട, അവിടെ പോയി ഇത് കൊടുത്താൽ സിസ്റ്ററെ കൊടുത്താൽ മതി കേട്ടോ. മുത്താറൊക്കെ ഞാൻ അത് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത്രയ്ക്ക് അങ്ങോട്ട് ഇരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ രോഗമുള്ളത് നോക്കട്ടെ. അല്ല, ഈ പേഷ്യൻ്റ് ഇപ്പോൾ നമ്മൾ ആരായിട്ട് വരും? എടാ, അതെനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ സംസാരത്തിലും ടോണിലൊക്കെ എനിക്ക് എന്തൊക്കെ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്.